CPIM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കേസുമായി മുന്നോട്ടു പോകാനില്ല എന്ന് പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ്. ആറന്മുള പോലീസ് മാവേലിക്കരയിലെ വീട്ടിൽ എത്തി വില്ലേജ് ഓഫീസറുടെ മൊഴിയെടുത്ത് മടങ്ങി. CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തന്നെ പാർട്ടി വിരുദ്ധൻ എന്ന് വിളിച്ചതിൽ വിഷമമുണ്ട് എന്നും രാജു എബ്രഹാമിനെ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നും ജോസഫ് പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ആണ് ചേരുന്നത്. ശശിനാരായണൻ, CPIM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി സന്ദേശം അത് പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. പിന്നീട് ഈ ഉദ്യോഗസ്ഥൻ അവധിയിൽ പ്രവേശിച്ച സാഹചര്യമുണ്ട്. ഇപ്പോഴിതാ പരാതിയില്ല എന്ന് അതേ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു. എന്താണ് സാഹചര്യം? അഭിലാഷ്, നിലവിലെ വില്ലേജ് ഓഫീസർക്ക് പരാതിയില്ലെന്നുള്ള കാര്യമാണ് ആ പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. ഈ കേസ് എടുക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വാഭാവികമായും ഇന്നലെ തന്നെ ഇത് ചർച്ച ചെയ്ത് പരിഹരിച്ചതാണ്. ഒപ്പം ഈ വില്ലേജ് ഓഫീസിൽ വരുന്ന ആളുകൾ വരുമ്പോൾ പല സ്വഭാവക്കാരാണ്. ഇനിയും നമ്മൾ പരാതിയുമായി ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ കാര്യങ്ങളോ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായി ചില ആളുകളിൽ നിന്നും ചില പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് വലിയ വിവാദമാക്കി പരാതിയാക്കി മാറ്റാൻ താല്പര്യമില്ല എന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ, നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് പറയുന്നത്. എന്തായാലും താനും ഒരു പാർട്ടിക്കാരനാണ്. രാജു എബ്രഹാം അടക്കമുള്ള ആളുകൾ തന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിലുള്ള വിഷമവും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്ഥലമാറ്റം വേണം. ഇവിടെ നിലവിൽ ജോലി ചെയ്യുന്നതിന്, നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നതിനോട് താല്പര്യമില്ല, മറ്റു സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനാണ് താല്പര്യം എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം ഈ മറ്റ് കാര്യങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും തനിക്കില്ല എന്നുള്ളതാണ് ആറന്മുള പോലീസിന് വില്ലേജ് ഓഫീസർ നൽകിയിട്ടുള്ളത്. അഭിലാഷ്, അതായത് ഈ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് ആണല്ലോ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായത്. ഒപ്പം ഈ സംഭവത്തിൽ ഓഫീസറെ തള്ളുകയാണല്ലോ പാർട്ടി നേതൃത്വവും ചെയ്തിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഈ പിന്മാറ്റം? അഭിലാഷ, തീർച്ചയായും അത് തന്നെയാണ്. കളക്ടറും ഇന്നലെ ഈ വില്ലേജ് ഓഫീസർ തള്ളി പറഞ്ഞത്. കാരണം നിലവിൽ വകുപ്പ് തല നടപടി നേരിട്ട വകുപ്പ് നല്ല നടപടി നേരിട്ട ആളാണ് വില്ലേജ് ഓഫീസർ. അതിനുശേഷം ട്രാൻസ്ഫർ ആയാണ് അദ്ദേഹം ഈ നാരങ്ങാനം വില്ലേജ് ഓഫീസർ എത്തുന്നത്. അവിടെ വെച്ചും നിരവധി രീതിയിലുള്ള പരാതികൾ ആളുകളിൽ നിന്ന് വരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് ഈ CPIM ഏരിയ സെക്രട്ടറി വിളിച്ചപ്പോഴും മോശമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായി വില്ലേജ് ഓഫീസറുടെ കയ്യിലും വീഴ്ച ഉണ്ടെന്നുള്ള ചില സൂചനകൾ കളക്ടർക്കും ഉണ്ട്. കളക്ടർ അത്തരത്തിൽ മൊഴി നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പരാതി അത് അന്വേഷിക്കാൻ പോലീസിന് കൈമാറുകയും ചെയ്തു. ഏതായാലും സ്ഥലം മാറ്റം വേണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വില്ലേജ് ഓഫീസർ. അത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് വില്ലേജ് ഓഫീസറുടെ ആഗ്രഹവും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ കാര്യങ്ങളെല്ലാം 2 ദിവസമായി നടന്ന തർക്കങ്ങളും ഈ വാടക കെട്ടിട കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുള്ള നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം കേസും പരാതിയും തനിക്കില്ല എന്നുള്ള കാര്യങ്ങളിൽ വില്ലേജ് ഓഫീസർ എത്തിയിരിക്കുന്നു. അത്തരത്തിലാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്.